ഇത്രയും ക്രൂരത കാണിക്കരുത് പ്ലീസ്. உன்னோட பொண்ணோட பிரசவத்துக்கு தான் நான் வெயிட் பண்றேன். அதுக்கப்புறம் அந்த குழந்தைய நான் கடத்திடுவேன். உன்னால என்ன தடுக்க முடியுமா? அதுக்காக தான் உன்னை நான் இங்க கொண்டு வந்திருக்கேன். ഒന്നുകളെയോടാ നിന്നെ ഞാൻ. அப்படியா? വിപിൻ, വിപിൻ, ഈശ്വര, എന്താ വിപിനൊന്നും മിണ്ടാത്ത? വിപിൻ, അനുക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞില്ലേ? എന്താ വിപിനൊന്നും മിണ്ടാത്ത? എന്തിനാ കരയുന്നേ? എന്റെ മോൾക്ക്, അവൾക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറ. ദൈവമേ, എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ? എന്താ വിപിൻ? ഇല്ല, ഒന്നും പറ്റിയില്ല. സിസേറിയൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെന്താ? പിന്നെന്താ? മറച്ചു വെക്കാതെ എന്താന്ന് കാര്യം പറ. എന്റെ അനുവിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. എന്റെ അനുക്കുട്ടി എനിക്കിപ്പോ കാണണം. മേഡം, എന്തേ കാണിക്കല്ലേ? മാഡത്തിനോട് ശരീരം അനങ്ങലെന്ന് പറഞ്ഞിട്ടുള്ളേ? എന്നെ അവളുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. എന്നെ അവളുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോ. മാഡം, പ്ലീസ് മാഡം. അവള് മയക്കത്തിലാ സംഗീതാമ്മേ. ഉടനെ കുറെ മണിക്കൂറുകൾ എടുക്കും. അപ്പൊ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞ് പോയി സംഗീതാമ്മേ. ദൈവം അവളെ ശിക്ഷിച്ചതാ. സംഗീതാമ്മയുടെ കുഞ്ഞില്ലാതായി കാണാൻ അവൾ ഒരുപാട് പ്രാർത്ഥിച്ചതാ. ആ ദുർവാക്കുകൾ അവൾക്ക് എന്നെ അറം പറ്റി. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. മേഡം, എന്റെ കുഞ്ഞില്ലാതെ അതുകൊണ്ട് ആരും കാണൂല. നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റു നിൽക്കുമെന്ന് കരുതണ്ട. മരിച്ചു കളയും ഞാൻ. അവൾക്കിത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. കുഞ്ഞില്ലാതെ എന്റെ മോളെ ജീവിക്കില്ല. എന്റെ ഈശ്വര, എന്റെ മോളെ കൂടി എനിക്ക് നഷ്ടപ്പെടാൻ പോവാണല്ലോ. എന്തിനെന്റെ കുഞ്ഞിനോട് ഇങ്ങനൊരു ക്രൂരത ചെയ്തു? അവളുടെ മനസ്സിനെ സ്പർശിക്കാൻ പോലും വിപിന് കഴിയില്ല. അവളെ സംബന്ധിച്ച് ഒരു മത്സരത്തിൽ അവള് ദയനീയമായി തോറ്റു പോവാണ്.
വെറും 19 വയസ്സ് മാത്രമാണ് എന്റെ മോൾക്ക്. എന്റെ മോള് എനിക്കെന്നും കുട്ടിയാ. എന്റെ ഈ കൈകളിൽ കിടന്ന അവള് വളർന്നത്. എന്റെ നെഞ്ചിലെ ചൂടേറ്റ അവൾ ഉറങ്ങിയത്. ഞാൻ ആഹാരം വാരി കൊടുത്താലേ അവള് കഴിക്കും. ഒരു പെൺകുട്ടിയുടെ ഓരോ വളർച്ചയും കണ്ടു നിന്നവളാ ഞാൻ. എനിക്കവള് ഞാൻ തന്നെയായിരുന്നു. ഞാനും അവളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവളുടെ സന്തോഷത്തിൽ കവിഞ്ഞ് എനിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ പ്രായത്തിൽ പ്രസവിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. അതങ്ങനെ സംഭവിച്ചു പോയി. അവൾക്ക് എതിർപ്പെന്ന് കണ്ട് വേണ്ടെന്ന് വെക്കാൻ പോലും ഞാൻ തയ്യാറായതാ. പക്ഷെ നന്ദേട്ടൻ സമ്മതിച്ചില്ല. നന്ദേട്ടന്റെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കുകയായിരുന്നു ഞാൻ. എന്റെ മോളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടാവുന്നത് എന്റെ മരണത്തിന് തുല്യവാ. അവൾ എന്നെ വെറുത്താലും എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അവളുടെ സന്തോഷം തന്നെയാ എന്റെയും സന്തോഷം. ഒരമ്മ സന്തോഷം കണ്ടെത്തേണ്ടത് അവളുടെ മക്കളുടെ സന്തോഷത്തിലല്ലേ? നീ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയത് പോലും എന്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്താ സംഗീത പറഞ്ഞു വരുന്നത്? എന്റെ കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ നിന്ന് നേരെ പോകേണ്ടത് എന്റെ അനുമോളുടെ അടുത്തേക്കാവണം. സംഗീതേ, സംഗീതേ, നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിനക്കറിയോ നീ എന്ത് ഭ്രാന്തായി പറയുന്നേന്ന്? എനിക്കറിയാം. എന്റെ അനുമോൾക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. എന്റെ മോളെ ഒരു മാനസിക രോഗിയായിട്ട് കാണാനോ അവളുടെ ചേതനയറ്റ ശരീരം കാണാനും എനിക്ക് കഴിയില്ല ഹേമ. നിന്നോടുള്ള എന്റെ അപേക്ഷയാണ്. എന്നോടുള്ള എന്റെ അപേക്ഷയായത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. പ്ലീസ്. പുറത്ത് ആരും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവള് കണ്ണു തുറക്കുമ്പോ കാണേണ്ടത് എന്റെ കുഞ്ഞിനെ ആയിരിക്കണം. അതായിരിക്കണം അവളുടെ കുഞ്ഞ്. പിന്നെ ഡോക്ടർ വിപിൻ നമ്മുടെ സ്റ്റാഫാണല്ലോ, അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാം. അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണല്ലോ സംഗീത ത്യാഗം ചെയ്യുന്നത്. ഡോക്ടർ ഇവിടെ നിൽക്കായിരുന്നു. അതെ, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു.
കാര്യങ്ങളുടെ ഗൗരവം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എങ്ങനെ അച്ഛനെ ഫേസ് ചെയ്യും? ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം മടങ്ങിയെത്താം. എന്ത് കാര്യം തീരുമാനിക്കാനാണെങ്കിലും നന്ദൻ മടങ്ങി വരുന്നതിന് മുൻപ് കാര്യങ്ങൾ തീർപ്പാക്കണം. പിന്നെ അദ്ദേഹം ഒന്നും അറിയരുതെന്ന് വാശി പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത തന്നെയാണ്. നമുക്കിനി സംസാരിച്ചു നിൽക്കാൻ അധികം സമയമില്ല. എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും അനു ഉണരുന്നതിന് മുൻപ് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. എന്നാലും മറ്റൊരാളുടെ കുഞ്ഞിനെ ഞാനെങ്ങനെ? ഡോക്ടർ വിപിൻ, ജനിപ്പിച്ചതുകൊണ്ട് മാത്രമല്ല ഒരു കുഞ്ഞ് സ്വന്തമാവുന്നേ. സ്നേഹം, സാമീപ്യം, അങ്ങനെ പലതുമുണ്ട്. നോക്കൂ വിപിൻ, ഞങ്ങൾ ഞങ്ങളുടെ മകളെ ദത്തെടുത്തതാ. അവൾ ഈ പ്രായം വരെ ഈ നെഞ്ചി കിടന്ന ഉറങ്ങിയത്. ഒരിക്കൽ പോലും ഞങ്ങളുടെ രക്തമല്ലാന്ന് അവൾ തോന്നിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല. എന്തു വന്നാലും ഫേസ് ചെയ്യാം. ദേ, ഇനി ചിന്തിക്കാനും സംസാരിക്കാനും സമയമില്ല. ഒരു തീരുമാനം ഉടനെ എടുത്തേ പറ്റൂ. ആ ഹേമേ, നമുക്ക് അഡ്വക്കേറ്റ് ബാലഗോപാലിനെ വിളിക്കണം. എന്തായാലും ഈ കാര്യങ്ങൾ പുള്ളിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. തീരുമാനമെടുക്കും ഞാൻ. ഹേമ മാം അത് അംഗീകരിക്കില്ലെന്ന് കരുതിയ അങ്ങോട്ട് പോയത്. പക്ഷേ അവര് പോലും അതിനെ അംഗീകരിക്കുന്നു. ഒന്നും വേണ്ടെന്ന് വെച്ചാലോ? അനുവിന് ആ കുഞ്ഞിനെ വേണ്ട. അവൾ അത് അർഹിക്കുന്നില്ല. അത്രയ്ക്ക് ദ്രോഹം സംഗീതാമ്മയോട് അവൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി അവളുടെ കൈ കിട്ടിയ പിന്നെ അവളുടെ അഹങ്കാരമാ കാണേണ്ടത് മുഴുവൻ. ഒരിക്കലും സംഗീതാമ്മ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ ഒന്ന് സ്പർശിക്കാൻ പോയിട്ട് കാണാൻ പോലും അവൾ സമ്മതിക്കില്ല. ഇതിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കണോ? ഇന്നോളം മനസാക്ഷിക്കപ്പുറം ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്ങനെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കും? സ്വന്തം മകളാണെന്ന വിശ്വാസത്തിൽ അനു വളർത്താൻ പോകുന്നത് അനിയത്തിയെയാ. സത്യത്തിൽ അവളോട് ചെയ്യുന്നതും മറ്റൊരു ചതിയ. ഏതൊരമ്മയ്ക്ക് ഇങ്ങനൊരു വിധിയുണ്ട്? ഇനി എനിക്കും പിന്നോട്ട് പോകാനാവില്ല. അനു ജീവിച്ചേ പറ്റൂ. അവളില്ലാതെ എനിക്കും ജീവിതമില്ല. ഇതൊരു ത്യാഗമല്ലാതെ പിന്നെന്താ അമ്മേ? ഇങ്ങനൊരമ്മേ ഞാൻ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. ഇനി കാണുമെന്നും കരുതുന്നില്ല. നിങ്ങളൊരു സാധാരണ സ്ത്രീയോ അമ്മയോ അല്ല. ദേവതയാ, ദേവത.
അമ്മ സ്വാർത്ഥത കാണിക്കുന്നത് കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമാ. ഒരു സ്ത്രീ സ്വാർത്ഥത കാണിക്കുന്നത് സ്വന്തം പുരുഷനു വേണ്ടിയും. ഇവിടെ സംഗീത അമ്മ ഇതിന് രണ്ടിനും മുകളില. ഇത്രയും കരുണ കാണിക്കുന്ന അമ്മയ്ക്ക് ദൈവം എന്തിനാ ഇങ്ങനെ വേദന തരുന്നതെന്ന് എനിക്കറിയില്ല. സംഗീതാമ്മ എടുത്ത തീരുമാനത്തിന്റെ അനന്തര ഫലവാ ഇനി എന്നെ വേട്ടയാടാൻ പോകുന്നത്. അനുവിന് അമ്മയെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ത്യാഗമായി കരുതാം. എങ്കിൽ സംഗീതാമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ലാളിക്കാമായിരുന്നു. അനു അതിനെ സ്വന്തം കുഞ്ഞായി കരുതുന്നു മാത്രം. വളർത്താനുള്ള ഭാഗ്യവും സംഗീതാമ്മയ്ക്കുണ്ടാവും. മുത്തശ്ശി എന്നൊരു വിളിപ്പേര് മാത്രം സംഗീതാമ്മ കേട്ടാ മതി. പക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്നത് അതാണോ? ഒന്നും ഓർക്കാതെയല്ല ഞാനൊരു ഉറച്ച നിലപാടിലെത്തിയത്. വിപിൻ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചു. എനിക്ക് നന്നായിട്ട് അറിയാം അനു എന്നോട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന്. എന്തും താങ്ങാനുള്ള മനസ്സ് ഞാൻ ഉണ്ടാക്കി വെക്കും. എന്താ സുഭദ്രമ്മേ, എന്തിനാ കരയുന്നേ? ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറയൂ. സംഗീത പ്രസവിച്ചു. അതിനെന്തിനാ കരയുന്നേ? പക്ഷെ അവളുടെ കുഞ്ഞ് പോയി. അവളുടെ കുഞ്ഞ് മരിച്ചുപോയി ലക്ഷ്മി. സംഗീതയുടെ കുഞ്ഞ് രക്ഷപ്പെടില്ലെന്ന് ആർക്കും അറിയാത്തത്. എന്തായാലും അനുവിന് ഇത് കേൾക്കുമ്പോ സന്തോഷമാവും. ഇനി അറിയാനുള്ളത് അവളുടെ കാര്യ. അമ്മയുടെ വിധി തന്നെ മോൾക്കും. എന്റെ ഈശ്വര, സുഭദ്രാമ്മ പറഞ്ഞതൊക്കെ സത്യമായിരിക്കൂ? എന്റെ ദൈവമേ. ലക്ഷ്മിയമ്മേ, മോളെ, ഇന്നലെ രാത്രി ഞാൻ മോളെ അന്വേഷിച്ചു വന്നിരുന്നു. മോള് ഹോസ്റ്റലിലേക്ക് പോയിന്നാ പറഞ്ഞത്. ആ നിമിഷം മുതല് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഞാൻ നേരെ വിളിപ്പിക്കുകയായിരുന്നു. പിന്നീട് ആരും ഒന്നും വന്നു പറഞ്ഞുമില്ല. മോളൊന്ന് അന്വേഷിച്ച് വിവരം പറ. എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ലെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് അറിയാലോ. ലക്ഷ്മിയമ്മയുടെ മോനെ പിന്നെ കണ്ടില്ല. അനു പ്രസവിച്ചെങ്കിൽ അമ്മയോട് പറയാതിരിക്കോ? അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ലെന്നേ. എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ തോന്നുക. നന്ദൻ എവിടെ പോയെന്നും അറിഞ്ഞൂടാ.
BP കയറി സുഭദ്രാമ്മ മുറി കിടക്കുക. ഞാൻ എന്തായാലും സുകന്യെ ഒന്ന് വിളിച്ചു നോക്കാം. വേഗം ആവട്ടെ മോളെ. എന്റെ ദൈവമേ, സുഭദ്രാമ്മ പറഞ്ഞത് സത്യമായിരിക്കല്ലേ? ആ സുകന്യ, ഞാനാ. വിപിൻ ഡോക്ടറുടെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞോ? എപ്പോഴായിരുന്നു കുഞ്ഞ്? മോളെ, അതെ, ലക്ഷ്മിയമ്മ അറിഞ്ഞത് സത്യമാ. അനുവിന്റെ സിസേറിയൻ ഇന്നലെ രാത്രി കഴിഞ്ഞു. അവൾ ഉണർന്നിട്ടില്ല. ലക്ഷ്മിയമ്മയ്ക്ക് ഓമനിക്കാൻ കിട്ടിയിരിക്കുന്നതേ ഒരു പെൺകുഞ്ഞിനെയാ. സന്തോഷമായില്ലേ? ചതിച്ചല്ലോ ദൈവമേ. അവളെ പാല് കുടിച്ചെന്ന് ലക്ഷ്മിയമ്മ എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? അവൾക്ക് ആ മരുന്ന് കൊടുക്കാൻ ലക്ഷ്മി അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാ എന്റെ മുൻപിൽ ഒരു അഭിനയം. അയ്യോ, മോൾ എന്നെ സംശയിക്കില്ലേ? ഞാൻ ആ പാല് മുഴുവൻ അവളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചതാ. അന്നേരം സുഭദ്രാമ്മ ഈ റൂമിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിച്ചേ? സംഗീതയുടെ കുഞ്ഞ് മരിച്ചു പോയെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മോൾ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? മോള് തന്ന മരുന്ന് ഞാൻ അവൾക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാ. ആരെ പിടിച്ച് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഞാൻ പറയുന്നത് കള്ളല്ല മോളെ. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കാനാ? മരുന്നുള്ളിൽ ചെന്നതിന്റെ തെളിവ് അനുവിന് പെയിൻ തുടങ്ങിയത്. ഞാനും അതിന് സാക്ഷിയല്ലേ? നോർമൽ ഡെലിവറിന്ന് വിധി എഴുതിയവൾക്ക് സിസേറിയൻ വേണ്ടി വന്നത് കുഞ്ഞുള്ളിൽ വെച്ച് മരിച്ചെന്ന് സംശയമുള്ളതുകൊണ്ടാ. അതല്ലാതെ ഡേറ്റിന് മുൻപ് സിസേറിയൻ വേണ്ടി വരില്ല. എന്നിട്ടും അവളുടെ കുഞ്ഞ് ജീവനോടെ ഇരിക്കുന്നു. എന്ത് മിറക്കിളാ ഇവിടെ സംഭവിച്ചത്? ഞാൻ മോഹിച്ചത് സ്വപ്നം കണ്ടതും ഒക്കെ വെള്ളത്തിൽ വരച്ച വരയായി പോയില്ലേ മോളെ? അവൻ അവളിലൊരു മോള് കൂടി ആയ നിലയ്ക്ക് ഇനി അവളുടെ കുരുക്കിന്ന് അവനെ ഊരിയെടുക്കാൻ പറ്റുമോ? എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ ദൈവമേ. അത് മാത്രമാണോ ലക്ഷ്മിയമ്മ നേരിടാൻ പോകുന്നത്? ഒരു ജ്യോത്സ്യവിധി കൂടി ഇല്ലേ? അനുവിന് കുഞ്ഞു പിറന്നാൽ ലക്ഷ്മിയമ്മയ്ക്ക് വൈധവ്യ യോഗം. എന്റെ തൃക്കോട്ടൂർ കാവിലമ്മേ, എന്നെ വിധവയാക്കല്ലേ. അയ്യോ, ലേബർ റൂമിൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞേ തീരൂ. അതറിയാതെ നീലിമ ഇനി പിന്നോട്ടില്ല. സംഗീതമ്മ, ഞാൻ എവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ പൊന്നുമോളെ, എന്റെ അമ്മയാണ്. ഇനി ഇതുപോലൊരു സ്വാതന്ത്ര്യം നിനക്കുണ്ടാവില്ല സംഗീത. അനുണരാൻ ഇനി ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ എന്റെ മോൾക്കൊന്ന് പാല് കൊടുത്തോട്ടെ.
ഇനി ഒരിക്കലും കഴിയില്ലല്ലോ. നിന്റെ ഒരാഗ്രഹവും വേണ്ടെന്ന് വെക്കണ്ട. ഇനി അമ്മയുടെ പാല് കുടിക്കാൻ എന്റെ മോൾക്ക് കഴിയുമോന്ന് അറിയില്ല. ഇനി ഇവൾ നിന്റെ മകളല്ല, അനുവിന്റെ മകളാ. അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്ക. വാഴ്വിൽ കനലാളും പോലെ ഉരുകും